സൗരോർജ്ജ കരാറുമായി ബന്ധപ്പെട്ട് 2000 കോടി രൂപയുടെ അഴിമതി നടത്തിയെന്ന് അമേരിക്കൻ കോടതിയിൽ കേസ് നേരിടുന്ന അദാനിക്കെതിരെ രാഹുൽ ഗാന്ധിയും CPM-ഉം രംഗത്ത്. 2000 കോടിയുടെ അഴിമതി നടന്നിട്ട് അന്വേഷണമില്ല. അദാനിയുടെ സംരക്ഷകനാണ് പ്രധാനമന്ത്രിയെന്നും രാഹുൽ ആരോപിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അദാനിയും ചേർന്ന് 2000 കോടിയുടെ അഴിമതി നടത്തിയെന്നും ഒരു വ്യക്തിയല്ല അഴിമതിക്ക് പിന്നിലെന്നും രാഹുൽ പറഞ്ഞു. കോൺഗ്രസ് ഇതിനു പിന്നിലെ നെറ്റ്വർക്കിനെ തുറന്നു കാട്ടുമെന്ന് വ്യക്തമാക്കിയ അദ്ദേഹം ഗൗതം അദാനി ഇന്ത്യൻ അമേരിക്കൻ നയങ്ങൾ ലംഘിച്ചുവെന്നും ഗൗതം അദാനിയെ സംരക്ഷിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെന്നും പറഞ്ഞു. മോദി അദാനിക്ക് പിന്നിലുണ്ട് എന്ന് ആരോപിച്ച അദ്ദേഹം 2000 കോടി അഴിമതി നടന്നിട്ട് അന്വേഷണമോ അറസ്റ്റോ ഇല്ല എന്നും ഇന്ത്യയിൽ അദാനി സുരക്ഷിതനാണെന്ന് പറഞ്ഞു. മോദി അദാനിയെ ഒന്നും ചെയ്യാത്തത് പ്രധാനമന്ത്രിയുടെ ഫണ്ടിങ്ങിന് പിന്നിൽ അദാനി ആയതിനാലാണെന്നും ആരോപിച്ച അദ്ദേഹം അദാനിയെയും ഇതിനു പിന്നിലുള്ള ബാക്കി എല്ലാവരെയും അറസ്റ്റ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ടു. ഈ വിഷയങ്ങൾ പ്രധാനമന്ത്രിയുടെ പ്രതിച്ഛായ തകർത്തുവെന്ന് പറഞ്ഞ അദ്ദേഹം കോൺഗ്രസ് ആവശ്യപ്പെടുന്ന അന്വേഷണത്തെ സാധൂകരിക്കുന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങളെന്നും പറഞ്ഞു. സൗരോർജ്ജ കരാറുകൾ ലഭിക്കാനായി ഗൗതം അദാനി ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് $265 മില്യൺ കൈക്കൂലി നൽകിയെന്ന് ആരോപിച്ച അദ്ദേഹം അദാനി ഗ്രൂപ്പ് തലവൻ ഗൗതം അദാനിക്കെതിരെ അമേരിക്കയിൽ കൈക്കൂലി വഞ്ചനാ കുറ്റങ്ങൾ ചുമത്തിയിരുന്നുവെന്നും തുറന്നു പറഞ്ഞു. കേസുമായി ബന്ധപ്പെട്ട പ്രതിപട്ടികയിൽ ഗൗതം അദാനിയുടെ അനന്തരവൻ സാഗർ അദാനി ഉൾപ്പെടെ 7 പേർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് വ്യക്തമാക്കിയ അദ്ദേഹം കോഴ നൽകിയെന്ന വിവരം രാജ്യാന്തര നിക്ഷേപകരിൽ നിന്ന് മറച്ചുവെച്ചുവെന്നും 1476 കോടി രൂപ നിക്ഷേപം സമാഹരിച്ചുവെന്നും പറഞ്ഞു. വഞ്ചന, ക്രിമിനൽ ഗൂഢാലോചന, അഴിമതി തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി ന്യൂയോർക്കിൽ US അറ്റോർണി ഓഫീസാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. അദാനി ഗ്രീൻ എനർജിക്കെതിരെ അഴിമതി കുറ്റം ചുമത്തി US സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ സിവിൽ കേസ് ഫയൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം അദാനിക്കെതിരെ CBI അന്വേഷണമാണ് CPM ആവശ്യപ്പെട്ടിരിക്കുന്നത്. പല സംസ്ഥാനങ്ങളിലായി നടന്ന അഴിമതി അമേരിക്കൻ ഏജൻസി കണ്ടെത്തേണ്ടി വന്നത് അപമാനകരമാണ്. പ്രധാനമന്ത്രിയുടെ സംരക്ഷണം കാരണമാണ് അദാനിക്കെതിരെ കേസില്ലാത്തതെന്നും CPM ചൂണ്ടിക്കാട്ടി.